എടാ, ഈ പേടി എന്ന് പറഞ്ഞാൽ എന്താ? നിനക്ക് കരടിച്ചേട്ടനെ കണ്ടാൽ കാൽമുട്ട് വിറക്കില്ലേ? പിന്നെ വേറെ വിറയ്ക്കും. ഇതിനെയാ പേടി എന്ന് പറയുന്നത്. എല്ലാവരും പറയുന്നു ഞാൻ പേടിത്തൊണ്ടനാണെന്ന്. അത് നേരാ. നീ എന്നെ നോക്ക്, ഒന്നിനെയും എനിക്ക് പേടിയില്ല. നിനക്കെവിടുന്നാ ഇത്രയും ധൈര്യം കിട്ടുന്നത്? നമുക്ക് എന്തിനേയും നേരിടാൻ കഴിയണം. സിംഹം വന്നാൽ പോലും നമ്മൾ പതറാൻ പാടില്ല. ഹോ, ശരിക്കും നീ ഒരു ധൈര്യവാൻ തന്നെ. പക്രു, പക്രു. ദേ, ഒരു സിംഹം കലി പൂണ്ട് ഓടി വരുന്നുണ്ട്. കണ്ണിൽ കണ്ടവരൊക്കെ ഇടിച്ചിട്ടാ വരുന്നത്. ഓടിക്കോ. സിംഹമോ? അയ്യോ, അയ്യോ. ഹോ, തൽക്കാലം ആ മരത്തിൻ പിറകിൽ ഒളിക്കാം. സിംഹം പോയി, രക്ഷപ്പെട്ടു. ആ സിംഹം പോയോ? പോയി. നീ എന്തിനാ ഒളിച്ചു കളഞ്ഞേ? പേടിച്ചിട്ടാണോ? പേടിയോ? എനിക്കോ? എടാ, എനിക്ക് സിംഹം എന്ന വർഗത്തിനെ പണ്ടേ വെറുപ്പാ. കൺമുന്നിൽ കണ്ടാൽ ഞാൻ സിംഹത്തിന്റെ പല്ലിടിച്ചു കൊയ്ക്കും. അത് വേണ്ടാന്ന് കരുതി മാറി നിന്നതാ. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. കളറോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ? പുതിയ സ്വപ്നമാണോ അതോ പഴയതോ എന്നറിയാൻ ചോദിച്ചതാ. അതിരിക്കട്ടെ, എന്തായിരുന്നു സ്വപ്നം? ഒരു ഭീകര സ്വപ്നമാ. എന്റെ അമ്മോ, ഭീകര സ്വപ്നമോ? ഞാനും കുറേ മൃഗങ്ങളും കൂടെ ഒരു തോണിയിൽ യാത്ര പോകുമ്പോൾ പെട്ടെന്ന് തോണി അമിത ഭാരം കൊണ്ട് മുങ്ങി. എല്ലാവരും മുങ്ങിപ്പൊങ്ങുമ്പോൾ കുറേ മുതലകൾ വന്ന് എല്ലാവരെയും തിന്നു കളഞ്ഞു. പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ മാത്രം രക്ഷപ്പെട്ടു. അതെങ്ങനെ? എടാ, ഞാൻ സ്വപ്നം കണ്ട് കിടക്കുകയല്ലേ. മുതലകൾ എന്നെ കടിക്കാൻ വന്നപ്പോഴേക്കും ഞാൻ വേഗം ഉണർന്നു. ഞാൻ ആരാ മോൻ? ആ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. സ്കൂളിൽ ബെല്ലടിക്കാൻ സമയമായി. നീ ഒന്നും പറയണ്ട. എപ്പോഴും നിനക്ക് ഇത് തന്നെ പണി. എന്നും നിന്നെ കാത്ത് സ്കൂളിൽ ചെന്നാൽ ബെല്ലടിച്ചു കാണും. ഇനി നിന്നെ കാത്തു നിൽക്കുന്ന പണിയില്ല. എടാ, ഇന്ന് ലേറ്റ് ആവാൻ കാരണം ആ പന്നിച്ചേട്ടനാ. അയാളുടെ 1 രൂപ അവിടെ കളഞ്ഞുപോയി. പിന്നെ പന്നിച്ചേട്ടൻ കുറേ സമയം അത് തിരയാൻ നിന്നു. സോറിടാ, നിന്നെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. നീ പന്നിച്ചേട്ടന്റെ കൂടെ ആ നാണയം തിരയുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാനേ നാണയം തിരഞ്ഞ് നേരം വൈകിയതല്ല. പിന്നെ ആ 1 രൂപ ഞാൻ ചവിട്ടി പിടിച്ചു നിൽക്കുകയായിരുന്നു. ദാ കണ്ടോ? രണ്ടുപേരും പഠനത്തിൽ മഹാ ഉഴപ്പാണല്ലോ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഞങ്ങൾ പഠിക്കുന്നുണ്ട് ടീച്ചറേ. ഉവ്വ് പഠിക്കുന്നുണ്ട്.
വീട്ടിൽ ചെന്നാൽ ഞാൻ ഉറങ്ങുന്നത് വരെ വായിച്ചു പഠിക്കും. എന്നിട്ട് അതൊന്നും പരീക്ഷ പേപ്പറിൽ കാണുന്നില്ലല്ലോ. അത് പിന്നെ ടീച്ചറെ, പുസ്തകം തുറക്കുമ്പോൾ തന്നെ ഉറക്കം വരും. അതെന്റെ കുഴപ്പമാണോ? ഒരു നിസ്സാര ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ ടീച്ചർ ചോദ്യം ചോദിച്ചേ, ഉത്തരം ഞങ്ങൾ മണി പോലെ പറയാം. ശരി ശരി, ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചത് ആരാ? ഗുരുത്വാകർഷണ ബലം എന്റെ നാക്കിൻ തുപ്പത്തുണ്ട്. എന്നാൽ വേഗം തുപ്പിക്കോ. അതിന് ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ ഇനി ക്ലാസ്സിൽ കയറിയാൽ മതി. നീ എന്താ ആലോചിക്കുന്നേ? ഗുരുത്വാകർഷണ ബലം ആരാ കണ്ടുപിടിച്ചെന്ന് ആലോചിക്കുവായിരുന്നു. നീ എന്താണ് ആലോചിക്കുന്നേ? ഞാൻ ആലോചിക്കുന്നത് ഗുരുത്വാകർഷണ ബലം ആരാ കണ്ടുപിടിച്ചെന്നല്ല, അതെപ്പോഴാ കാണാണ്ട് പോയതെന്നാ ആലോചിക്കുന്നേ. വേഗം വാ, ബെല്ലടിച്ചു. ടീച്ചർ കണ്ടാൽ ഇന്നും പുറത്തു നിൽക്കേണ്ടി വരും. പുറത്തു നിർത്തിയാൽ കുഴപ്പമാ. നീ എന്താ വൈകിയേ? ഇന്ന് സ്കൂളില്ലെന്ന് ഞാൻ സ്വപ്നം കണ്ടതാ. ഉണർന്നപ്പോ വേഗം ഇങ്ങ് പോന്നു. നീയോ? നമ്മുടെ അച്ഛനും അമ്മയും ടീച്ചറും എന്നാ നന്നാവാന്ന് ആലോചിച്ച് വീട്ടിലിരുന്നു പോയി. അതാ വൈകിയേ. ടീച്ചർ വരുന്നു. ബെല്ലടിച്ച് അരമണിക്കൂറായി. രണ്ടുപേരും എന്താ വൈകിയേ? വരുന്ന വഴിക്ക് എന്റെ സൈക്കിൾ പഞ്ചറായി. പിന്നെ ഇവിടെ വരെ തള്ളിയാ കൊണ്ടുവന്നത്. പക്രു എന്താ ലേറ്റ് ആയത്? അത് എന്റെ സൈക്കിളും പഞ്ചറായി. രണ്ടുപേരുടെ സൈക്കിൾ ഒരുമിച്ച് പഞ്ചറായോ? ഇത് ഞാൻ വിശ്വസിക്കില്ല. അതിന് ടീച്ചറോട് ആരാ രണ്ട് സൈക്കിൾ പഞ്ചറായി എന്ന് പറഞ്ഞത്? ഞങ്ങൾ വന്നതേ ഒരു സൈക്കിളിലാ. എന്ത് രസമാണ് ഇങ്ങനെ മാനം നോക്കി കിടക്കാൻ. അതെ അതെ. എന്താ പുറത്തൊരു ബഹളം? അത് ആ കുന്നിൻ ചെരുവിലുള്ള കള്ളക്കുറുനരികളാ. ഇവിടെ ബാക്കി വരുന്ന ഭക്ഷണം പുറകുവശത്തെ പാത്രത്തിലിടും. അതിന് വരുന്നതാണവർ. എന്തൊരു കോമള സുന്ദര മധുര ശബ്ദം. ശരിയാ, ഈ മനോഹര ശബ്ദം കാരണം ഇന്നലെ ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഏതായാലും നാളെ സുഖമായി ഉറങ്ങാം. അതെന്താ? പുറകുവശത്ത് വെച്ച ഭക്ഷണത്തിൽ ഞാൻ ഇത്തിരി വിം കലക്കിയിട്ടുണ്ട്. അത് കൊള്ളാമല്ലോ കുഞ്ഞാ. നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നേ? എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് പക്രു. നീ എന്താ ആലോചിക്കുന്നേ? ഒരു യാത്ര പോയാലോ എന്ന് ആലോചിക്കുക. എവിടേക്ക്? അതിരുകളില്ലാത്ത ലോകത്തേക്ക്. അതെവിടെയാ? അവിടെ, സ്വപ്ന ലോകത്തേക്ക്. ഹായ്, ഐസ്ക്രീം ഒന്നെനിക്കിട്ടാ. അയ്യടാ, ഞാൻ തരില്ല. തന്നാൽ ഒരു സമ്മാനം തരാം. എന്ത് സമ്മാനം? സംസാരിക്കുന്ന തത്തമ്മയാണ്. സത്യമായിട്ടും സംസാരിക്കുമോ? പിന്നല്ലേ. എന്നാൽ ഇന്ന് പിടിച്ചോ. തത്തേ, ഒന്ന് സംസാരിപ്പിച്ചു നോക്കാം. തത്തമ്മേ, നിനക്ക് സുഖമാണോ? തത്തയുടെ പേരെന്താ?
തത്തയുടെ വീടെവിടാ? ഇത് സംസാരിക്കുന്നില്ലല്ലോടാ കുഞ്ഞു. ഇതേ ചൈനയിലുള്ള തത്തയാ. ഇതിന് ചൈനീസ് ഭാഷയെ അറിയൂ. ചൈനീസിൽ എന്തെങ്കിലും ചോദിച്ചു നോക്ക്.